ഇന്ത്യ വളരുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റീറ്റെയിൽ മാർക്കറ്റുകളിൽ ഒന്നായി ഇന്ത്യ വളർന്നു കഴിഞ്ഞു. 2006 ആകെ 11,192 പൊതുവിതരണ സ്റ്റോറുകളുടെ എണ്ണം 2016 67,100 കവിയുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ അസാമാന്യ മാറ്റത്തിന് കാരണങ്ങൾ പലതാണ്. അനുകൂല ജനസംഖ്യാ നിരക്ക്, നഗരവത്കരണം, അണുകുടുംബങ്ങൾ, ഉയർന്ന വരുമാന നിരക്ക്, യുവ ഉപഭോക്താക്കൾ, അഭിവൃദ്ധിക്കായുള്ള അഭിവാഞ്ച, മാറിവരുന്ന ഉപഭോക്തൃ താൽപര്യങ്ങൾ. ഈ അസാമാന്യവും വിദൂര വ്യാപകവുമായ വളർച്ചയുടെ ഗുണഭോക്താക്കളാകുന്നത് ഇന്ത്യയുടെ റീറ്റെയിൽ വിപണിയുടെ വെറും 4% മാത്രമായ ബഹുരാഷ്ട്ര കമ്പനികളാണ്. പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ട, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും സമ്പൂർണ്ണ സാക്ഷരതയ്ക്കും പേരുകേട്ട കേരളം വാർത്താ മാധ്യമങ്ങളിൽ എന്നും നിറസാന്നിധ്യമാണ്. കേരളത്തിന്റെ പാരമ്പര്യം, കല, സംസ്കാരം, ആയുർവേദം, കഥകളി, കളരിപ്പയറ്റ്, വിവിധ രംഗങ്ങളിലുള്ള പ്രാവീണ്യം എന്നിവ പൂർണ്ണമായും ലോകശ്രദ്ധ പിടിച്ചുപറ്റിയതാണ്. ഒരു ഉൽപ്പന്ന സംസ്ഥാനം എന്നതിലും ഉപരി ഉപഭോക്തൃ സംസ്ഥാനം എന്ന് വിളിക്കാവുന്ന കേരളത്തിന്റെ റീറ്റെയിൽ മാർക്കറ്റ് രംഗത്തും മേൽപ്പറഞ്ഞ രീതിയിൽ അന്താരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങളുടെ അതിപ്രസരമാണ് കണ്ടുവരുന്നത്. ദേശീയ തലത്തിൽ റീറ്റെയിൽ മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമായ ഘടകങ്ങൾ തന്നെയാണ് പ്രാദേശിക വിപണിയിലും കാരണമായി തീർന്നത്. വൻതോതിലുള്ള ഈ നുഴഞ്ഞുകയറ്റം പ്രധാനമായും ചെറുകിട കുടിൽ വ്യവസായങ്ങളെയാണ് പ്രതികൂലമായും ബാധിക്കുന്നത്. സാമ്പത്തിക വിപണന ഘടനയിലെ പരിമിതികൾ മൂലം ചെറുകിട കുടിൽ വ്യവസായ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങളെക്കാൾ വിപണിയിൽ ബഹുദൂരം പിന്നിലാവുകയാണ് പതിവ്. ഈ പാർശ്വവൽക്കരണം മൂലം ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്ക് അർഹമായ വിപണന ലാഭം ലഭിക്കാതെ പോകുന്നു. അവരുടെ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിൽ എത്തുന്നില്ല. ഈ അവസ്ഥ സംസ്ഥാനത്തെ ഉപഭോക്താക്കൾക്കോ ഗവൺമെന്റിനോ ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്കോ യാതൊരുവിധ നേട്ടവും ഉണ്ടാക്കുന്നില്ല. ഈ അവസ്ഥ നമ്മെ എങ്ങോട്ടാണ് നയിക്കുന്നത്? നാം ഇതിൽ നിന്ന് എന്താണ് നേടുന്നത്? ദേശീയ സംസ്ഥാന സർക്കാരുകളുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഭാഗമായി അഭൂതപൂർവമായ വളർച്ചയുടെ വഴിത്തിരിവിൽ എത്തി നിൽക്കുന്ന സംസ്ഥാന റീറ്റെയിൽ വിപണിയിൽ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് നേട്ടം ലഭിക്കുമോ? ന്യായവില ഉറപ്പാക്കുന്ന ഒരു റീറ്റെയിൽ വിപണി എന്ന നമ്മുടെ സ്വപ്നം എന്നാണ് ഈ സംസ്ഥാനത്ത് സാധ്യമാവുക? ഈ റീറ്റെയിൽ കുതിപ്പിൽ നമ്മുടെ ചെറുകിട കുടിൽ വ്യവസായങ്ങൾ എങ്ങനെയാണ് നേട്ടം കൊയ്യുക? സിസിൽ, കൺസേൺ ഓഫ് ഇന്ത്യൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് റീറ്റെയിൽ മാനേജ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ അതുല്യമായ അവസരത്തിലേക്കാണ് സിസിൽ കടന്നുവരുന്നത്. ഒരു മാറ്റത്തിനുള്ള സമയം സംജാതമായിരിക്കുകയാണ്. വിപണിയുടെ ഭാവിയും ഭാഗധേയവും ഒന്നുപോലെ മാറ്റിമറിക്കുന്ന അതിനൂതനമായ ഒരാശയം. ചെറുകിട വ്യവസായികളെയും വിതരണക്കാരെയും ജനങ്ങളുമായി കൂടുതൽ അടുപ്പിക്കുകയും വികസനത്തിന്റെ വഴി തുറക്കുകയും ചെയ്യുന്ന ഒരു നവീന വിപ്ലവം. നാടിന്റെ നന്മയ്ക്ക്, നാട്ടുകാരുടെ നന്മയ്ക്ക്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ നടപ്പിലാക്കുന്ന ഒരു നൂതന സംരംഭമാണ് സിസിൽ. സംസ്ഥാനത്തിന്റെ ഓരോ കോണിലുമുള്ള ചെറുകിട വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സിസിലിന്റെ ലക്ഷ്യം. ഉയർന്ന ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ദേശീയവും അന്തർദേശീയവും ഇടനിലക്കാരില്ലാതെ ഉപഭോക്താക്കൾക്ക് എത്തിക്കുവാനും സിസിൽ ഉദ്ദേശിക്കുന്നു. 10,000 വിതരണക്കാരും 50,000 ചെറുകിട വ്യവസായികളും സിസിലിന്റെ കൊടിക്കീഴിൽ ഒത്തുചേരുന്ന ഒരു മഹത്തായ സംരംഭമാണിത്. മറ്റു വിപണികളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ യഥാർത്ഥ ഉടമകളും ഗുണഭോക്താക്കളും അസംഘടിത ചെറുകിട വ്യവസായികൾ, ഉപഭോക്താക്കൾ, വിതരണക്കാർ എന്നിവരാണ്. പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിനിൽ നിന്നാണ് സിസിൽ ഊർജം ഉൾക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ 6,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങളും 30,000 പരോക്ഷമായ തൊഴിൽ സാധ്യതകളും സിസിൽ നൽകുന്നു. 360 ഡിഗ്രി 24x7 ഉറപ്പ്. ചെറുകിട വ്യവസായികൾക്ക് ആവശ്യമായ എല്ലാ മാർക്കറ്റിംഗ്, ചരക്ക്, ഗതാഗത സൗകര്യങ്ങളും സിസിൽ ഒരുക്കുന്നു. അതോടൊപ്പം അർഹമായ വില, ഉൽപ്പന്നത്തിന്റെ വികസനം, ഉത്പാദനം എന്നിവയെക്കുറിച്ചുള്ള 360 ഡിഗ്രി ഫീഡ്ബാക്ക് എന്നിവ സിസിൽ ഉറപ്പാക്കുന്നു. സ്മാർട്ട് ബ്രാൻഡുകൾക്ക് സ്മാർട്ട് ഷോപ്പുകൾ. 1000 ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ സംസ്ഥാനമൊട്ടാകെ.
ഈ ലക്ഷ്യം മുൻനിർത്തി എന്റെ കട എന്ന പേരിൽ 1000 ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ സംസ്ഥാനമൊട്ടാകെ ഗ്രാമീണ മേഖലയ്ക്ക് മുൻതൂക്കം നൽകി ആരംഭിക്കുകയാണ് സിസിൽ. ചെറുകിട ഉൽപാദകരുടെയും വിതരണക്കാരുടെയും ഒരു കൂട്ടായ്മ രൂപീകരിച്ച് തദ്ദേശീയ ചെറുകിട ഉൽപ്പന്നങ്ങൾ പ്രമുഖ അന്തർദേശീയ ബ്രാൻഡുകൾക്കൊപ്പം നമ്മുടെ വിപണിയിൽ ലഭ്യമാക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് എന്റെ കട പ്രവർത്തനം ആരംഭിക്കുന്നത്. റീറ്റെയിൽ മാനേജ്മെന്റ് പുനരുദ്ധാരണം, CURMS, സിസിൽ യുണീക്ക് റീറ്റെയിൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന അതിനൂതന ആശയം സിസിൽ ജനങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ഇതിലൂടെ ഒരു ഉൽപ്പന്നത്തിന്റെ പ്രാരംഭ ദശ മുതൽ വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ഉടനടിയുള്ള പണമിടപാടുകൾ, ചരക്ക് ഗതാഗതം എന്നിവ ഉൾപ്പെടെ ആവശ്യമായ എല്ലാവിധ വിദഗ്ധ റീറ്റെയിൽ മാനേജ്മെന്റ് സഹായവും സിസിൽ ഉറപ്പുവരുത്തുന്നു. ഈ സാങ്കേതിക സഹായം ഉൽപ്പന്നങ്ങളുടെ ഉന്നത ഗുണനിലവാരവും ഉൽപാദകർക്ക് ഉയർന്ന വരുമാനവും കുറഞ്ഞ അധ്വാനത്തിലൂടെ ഉറപ്പുവരുത്തുന്നു. ഈ റീറ്റെയിൽ മാനേജ്മെന്റ് സംവിധാനത്തിലൂടെ ഫ്രാഞ്ചൈസികളുടെ മേലുള്ള സമ്മർദ്ദം കുറയുകയും സൂപ്പർ മാർക്കറ്റിന്റെ നടത്തിപ്പിനായി കൂടുതൽ സമയം വിനിയോഗിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യുന്നു. ശാക്തീകരണത്തിന്റെ സുവർണ സ്വപ്നം. കുടുംബശ്രീ, അയൽക്കൂട്ടം, സ്വാശ്രയ സംഘങ്ങൾ, പ്രാദേശിക സംരംഭങ്ങൾ, സഹകരണ സംഘങ്ങൾ, വ്യക്തികൾ, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സംരംഭകർ എന്നിങ്ങനെ സിസിലിന്റെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ജനങ്ങളുടെ കരുത്തുറ്റ കരങ്ങളിലേക്ക് എന്റെ കട എന്ന ഈ ബൃഹത് സംരംഭം സിസിൽ സമർപ്പിക്കുന്നു. ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിന് കൂടുതൽ സ്ഥലം, 1000 സൂപ്പർ മാർക്കറ്റുകൾ, ഇടനിലക്കാരുടെ അഭാവം, മറ്റെങ്ങുമില്ലാത്ത വില നിലവാരം, സുതാര്യമായ ഇടപാടുകളും ആവശ്യമായ പ്രചാരണവും, വർദ്ധിച്ച വിറ്റുവരവ്, ഉടനടിയുള്ള പണമടവ്, പണമിടപാടുകളിലെ വേഗത, വ്യക്തമായ കണക്കുകൾ, വിട്ടുവീഴ്ചയില്ലാത്ത ഗുണനിലവാരം. 1000 സൂപ്പർ മാർക്കറ്റുകളിലും ഉൽപ്പന്നങ്ങൾ എത്തുന്നു. പഞ്ചായത്ത് തലത്തിൽ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് മതിയായ അവബോധം, 100% സംതൃപ്തി ഉറപ്പു നൽകുന്ന ഉൽപ്പന്നങ്ങൾ. നമ്മുടെ വിപണി ഉപയോഗിച്ച് ലാഭമുണ്ടാക്കാൻ ലോകമെമ്പാടുമുള്ളവർ ശ്രമിക്കുമ്പോൾ നാം മാത്രം എന്തിന് പിന്തിരിഞ്ഞു നിൽക്കണം? ഈ സുവർണ അവസരം ഉപയോഗിച്ച് എന്തുകൊണ്ട് നമുക്ക് സ്വന്തം കഴിവ് തെളിയിക്കാനാകുന്നില്ല? മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃകയാകാനുള്ള അവസരം കേരളത്തിന് എന്തുകൊണ്ട് ഫലപ്രദമായി ഉപയോഗിക്കാനാകുന്നില്ല? സിസിലിന്റെ ഭാഗമാകൂ. ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധം നൂതനവും റീറ്റെയിൽ വിപണിയിൽ വിപ്ലവാത്മകമായ മാറ്റത്തെ കുറിക്കുന്നതുമായ ഈ സംരംഭത്തിന്റെ ഭാഗമാകൂ. എന്റെ കട, 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 എല്ലായിടത്തും എല്ലാ സിസിലിന്റെ ഭാഗമാകൂ. നാടിന്റെ വികസനത്തിൽ പങ്കാളിയാകൂ. നാടിന്റെ നന്മയ്ക്ക്, നാട്ടുകാരുടെ നന്മയ്ക്ക്